ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു സൂചി ഗോതമ്പ് വെച്ചുകൊണ്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായി വേണ്ടത് സൂചി ഗോതമ്പും തേങ്ങ. നമ്മൾ സാധാ അപ്പം ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെ. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. ജസ്റ്റ് ഒരു കൈച്ചൂട് മാത്രം മതി. എന്നിട്ട് അത് സൂചി ഗോതമ്പ് നന്നായി കഴുകിയ ശേഷം അതിലോട്ട് ശകലം തേങ്ങയും ചോറും ശകലം ഈസ്റ്റും കൂടി ഇട്ട് നമ്മൾ ചൂടാക്കിയ വെള്ളവും കൂടെ അതിലോട്ടൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കണം. ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കുക. അതായത് ഇന്ന് രാത്രി വെക്കുകയാണെങ്കിൽ നാളെ രാവിലെ അതെടുക്കണം. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും അതെടുത്തുകൊണ്ട് വന്നപ്പോൾ ഇത്രയും കുതിർന്നത് അത് പൊങ്ങി വന്നിങ്ങനെ ഇരിക്കും. അത് കുറച്ച് വെള്ളവും കൂടെ ചൂടാക്കാൻ ഗ്യാസിൽ വെച്ചിട്ട് കൈച്ചൂട് മതി. എന്നിട്ട് നമ്മൾ ജാറിലേക്ക് ഇട്ട് രാവിലെ തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ അപ്പത്തിന് മറ്റേ അരിയുടെ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. നന്നായി അരച്ചെടുക്കുക, പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതേ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് കിട്ടും. എന്നിട്ടിത് കുറച്ച് നേരം നമ്മൾ ഉപ്പിട്ട് അടച്ച് കുറച്ച് നേരം വെച്ചേക്കണം. അരമണിക്കൂറോ 1 മണിക്കൂറോ എല്ലാം അവരവരുടെ സൗകര്യം പോലെ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉപ്പും ഒക്കെ ഇട്ട് അപ്പം ചുടാൻ പോവുകയാണ്. നല്ല അപ്പമാണ് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടയോ ശർക്കരയോ ചേർത്ത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ അതും കൂടി ഇട്ടടിക്കുകയാണെങ്കിൽ നമുക്ക് കറിയൊന്നും ഇല്ലാതെ മധുരത്തിൻ്റെ അപ്പമായിട്ട് എടുക്കാം. പക്ഷെ നല്ല ടേസ്റ്റാണിത്. അങ്ങനെയും തിന്നാം. അതല്ലെങ്കിൽ ഇത് കടലക്കറിയോ എന്തെങ്കിലും കറിയായിട്ടായാലും തിന്നുന്നത്. കണ്ട നല്ല സോഫ്റ്റ് അപ്പമായിട്ട് വരും. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയുന്നത് എന്ത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നല്ല ഒരപ്പമാണ്. നമ്മൾ സൂചി ഗോതമ്പിൻ്റെ അപ്പമാണെന്നുണ്ടെങ്കിലും ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റ് ആണെങ്കിലും സൂപ്പറാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.